ഇവിടെ അടുത്ത ലുലുവിലാണെങ്കിൽ ടോവിനോ തോമസ് ഉണ്ട്. 7:00 വരുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു ലുലു ഉണ്ടേ. അപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോവാം. ഇപ്പം സമയം 6:45. കാണാൻ പറ്റൂല്ലോ എന്ന് അറിയത്തില്ല. ചുമ്മാ ഒരു സർപ്രൈസ് കൊടുത്ത് നോക്കാം. മാത്തു എവിടെ പോവാ? കാറിൽ എങ്ങോട്ടാ പോണേ? സാധനം വാങ്ങാൻ എവിടെയാ പോകുന്നേ? ലുലു. ഓക്കെ, എന്നതാ വാങ്ങണ്ടേ? എന്ത് സാധന? ആ, ചീര. ആ, കേട്. ആ, ആ, ഇത്ര സാധനങ്ങളാണ് വാങ്ങുന്നേ. ഇപ്പൊ സമയം 7 മണിയാവാറ കേട്ടോ. ഇതുവരെ അവര് റെഡി ആയിട്ട് എത്തിയില്ല. ഞാനും മാത്രം കാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. 7:30 അവര് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈവന്റ് 7:30 എനിക്ക് തോന്നുന്നു. കാണാൻ പറ്റുമെന്ന് ഇല്ലയോ അത് യാതൊരു ഉറപ്പില്ല. നമുക്ക് കാര്യം പറയാൻ പറ്റില്ലല്ലോ ലസ്സി. ഇല്ലെങ്കിൽ മാത്തു പറഞ്ഞ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. നിനക്ക് കാര്യം എന്താണെന്നറിയോ? ഇവിടെ ടോവിനോ തോമസ് വരുന്നുണ്ട്. സത്യമായിട്ടത് ഇവിടെ നോക്ക്. ഹിറ്റ് എഫ് എം ആയിരുന്നു ഈവന്റ് കോർഡിനേറ്റർ. RJ ജോൺ ഉണ്ടായിരുന്നു, അർബാസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഡിസൈഡ് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്ക് ടോവിനോ അങ്ങനെ സംസാരിക്കുകയുണ്ടായി. ഫുള്ള് ഫാമിലി ആയിരുന്നു കേട്ടോ. അവിടെ സ്റ്റേജിൽ ചെറിയ ഡാൻസും പാട്ടുകളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ടോവിനോ അവിടെ എത്തി. ഒരു പ്രാവശ്യം നമുക്ക് നമ്മൾ ടോവിനോട് നമ്മുടെ സ്നേഹം കാണിക്കാം. On the count of 3, 2, 1, come on Dubai! ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹലോ, സുഖമായിരിക്കുന്നോ? സന്തോഷം. നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി, മനഃപൂർവ്വമല്ല. പിന്നെ ഇതും വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തത്. പക്ഷെ അത് അറിഞ്ഞ് എന്നോടുള്ള സ്നേഹം നേരിട്ട് അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും 1000 നന്ദി, ഒരുപാട് സ്നേഹം. ജോബിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടതും. ഡിനു കുര്യൻ സംവിധാനം ചെയ്ത സിനിമ. നിങ്ങളൊരു വലിയ കുറെ നാളത്തെ ഒരു പ്രയത്നമുണ്ട്. അന്വേഷിപ്പിൻ കണ്ടതും ഡെഫിനറ്റ്ലി ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. സോ ഇവിടെ ജോബി ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നാട്ടിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ജോബിയുടെ ഏതൊരു സിനിമ ഉണ്ടെങ്കിലും ജോബി ടേക്സ് ആൻ എഫേർട്ട് ടു കം ഹിയർ. നമ്മൾ ദുബായിലോ UAE വന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. സോ ടെൽ us about അന്വേഷിപ്പിൻ കണ്ടത് ഭയങ്കര ഒരു സിനിമയായിരിക്കും. പിന്നെ 6 മണി മുതൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കണ്ടെത്തിയത്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ഇത് അന്വേഷണത്തിന്റെ മാത്രം കഥയല്ല, അന്വേഷകരുടെയും കൂടെ കഥയാണ്. ഒരു 2.5 മണിക്കൂറിൽ താഴെ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്.
ഒരു കാരണവശാലും നിങ്ങൾക്ക് ബോറടിക്കാത്ത, നിങ്ങളെ എൻഗേജ്ഡ് ആക്കി നിർത്തുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഇതിന്റെ ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരിക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു മ്യൂസിക് ടോവിനോ അവിടെ വെച്ച് റിലീസ് ചെയ്യുകയുണ്ടായി. ഫെബ്രുവരി 9 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ കഥ എഴുതിയത് ജിനു എബ്രഹാം ആണ്. നമ്മളെ മാസ്റ്റേഴ്സ്, ലണ്ടൻ ബ്രിഡ്ജ്, കടുവ ഇതിൻ്റെയൊക്കെ സ്റ്റോറി എഴുതിയ ആളാണ് ജിനു എബ്രഹാം. സോ നല്ല കോൺഫിഡൻസോടുകൂടി ഈ സിനിമ നല്ലൊരു സിനിമയായിരിക്കും, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും എന്ന് ടോവിനോ പറയുകയുണ്ടായി. ടോവിനെ കണ്ടോ? കുറെ തിരക്കായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റി. മറ്റേ ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ നിൽക്കുവാണെങ്കിലും ഇടയിൽ കൂടെ ഒക്കെ ഞാൻ വീഡിയോ എടുക്കും. നമ്മള് സ്ക്രീനിൽ കാണുന്ന പോലെ ഉണ്ട് കേട്ടോ, നല്ല ഗ്ലാമർ. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, സിമ്പിൾ മനുഷ്യൻ, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്ക്. അവസാനം ഞങ്ങൾ അർബാസിൻ്റെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മൺകൂളിലുള്ള കറിമരിയ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത് തീരുമാനിച്ചു. ശരത്ത്, കാവ്യ, ഞാൻ, സ്നേഹ, മാത്തു, പിന്നെ സോമചേച്ചി ഉണ്ടായിരുന്നു. ജേക്കബ്സ് ഗാർഡൻ എന്ന ഹോട്ടലിൻ്റെ അകത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ് കറിമരിയ. ഓതൻറ്റിക് സൗത്ത് ഇന്ത്യൻ ഫുഡാണ് മെയിനായിട്ട് ഇവർ സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്, വാല പാർക്കിംഗ് എല്ലാം ഉണ്ട്. സോ ഞങ്ങൾ ഇന്ന് ഇവിടെ വരാമെന്ന് തീരുമാനിച്ചു. ഈ തവണ ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല നത്തോലി ഫ്രൈ ആണ്. നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് നല്ല മൊരിച്ച് ക്രിസ്പി നത്തോലി ഫ്രൈ, അത് നല്ല സൂപ്പറായിരുന്നു. ദെൻ ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു. ദെൻ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ബീട്രൂട്ട് ബൂസ്റ്റ് ഡ്രിങ്ക് തന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഞാനും ശരത്തൊക്കെ നന്നായിട്ട് കഴിച്ചു. ദെൻ ഇതൊരു പ്രോൺസ് കറി കേട്ടോ, ടെൻഡർ കോക്കനട്ട് പ്രോൺസ് കറി. നല്ല തേങ്ങാപ്പാലും ഇച്ചിരി കുക്കിംഗ് ക്രീമും എല്ലാം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയൊരു കറി. ദെൻ ഒരു തട്ടുകട കോട്ടയം സ്റ്റൈൽ ബീഫ് കറി. ഇതെല്ലാം ചട്ടിയിലാണ് വന്നേ. ദെൻ നല്ല നൂൽ പൊറോട്ട, നല്ല അടിച്ച പൊറോട്ട. പിന്നെ മാത്തൊരു ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പം ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല സ്റ്റൈലം ബിരിയാണി കേട്ടോ, ദം ബിരിയാണി. പിന്നെ ഒരു എഗ്ഗ് അപ്പം. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സോ എല്ലാം നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒരു കറിവേപ്പില ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ഇനി ആരെങ്കിലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ആ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണ ട്രൈ ചെയ്തുകൊണ്ടാണ് ഇത്തവണ ട്രൈ ചെയ്യാതെ ഞങ്ങൾ വേറെ ഡിഷസ് അതുകൊണ്ട് ട്രൈ ചെയ്യുകയാണ് ചെയ്തത്. സോ ഓവറോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ.